നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 5 കൊലപാതകങ്ങൾ ചെയ്യുമ്പോഴും അഫാന്റെ കൈവിറച്ചില്ല. ഓരോ കൊലപാതകം കഴിയുമ്പോഴും അവന് ആത്മവിശ്വാസം കൂടി. തലയോട്ടി പിളരുന്ന ശബ്ദം അവനെ മത്തു പിടിപ്പിച്ചിട്ടുണ്ടാകാമെന്ന ഒരു നിരീക്ഷണം വന്നിട്ടുണ്ട്. 5 പേരെയും കൊല്ലാൻ ഒരേ പാറ്റേൺ ആണ് അഫാൻ സ്വീകരിച്ചത്. ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുക. സൈക്കോ സ്വഭാവമുള്ളവരാണ് ഈ ഒരു രീതി സ്വീകരിക്കുന്നത്. അതായത് ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുമ്പോൾ ഇര നിലത്തു വീഴും. ഒച്ച വയ്ക്കാൻ പോലും കഴിയാത്ത വിധം ശരീരം തളരും. ഒന്ന് പ്രതികരിക്കാൻ പോലും പിന്നീട് കഴിയില്ല. കണ്ണുകൾ മങ്ങും. പതുക്കെ പതുക്കെ ശ്വാസം നിലയ്ക്കും. ഈ ഒരു പാറ്റേൺ അഫാൻ എങ്ങനെ തെരഞ്ഞെടുത്തു? ആരെങ്കിലുമായും ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു? അല്ലെങ്കിൽ അഫാൻ ഗൂഗിൾ ചെയ്തിരുന്നു? അഫാൻ ഒരുപാട് സിനിമകൾ കാണുമായിരുന്നു. അതിൽ ഈ കൊലപാതകങ്ങളും ഏറ്റവും ക്രൂരമായ രീതിയിലുള്ള ആക്രമണങ്ങളുമൊക്കെയുള്ള സിനിമകൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് അഫാൻ എന്ന വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എങ്കിലും പോലീസ് സംശയിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ആരെങ്കിലും അഫാനെ സഹായിച്ചിരുന്നോ എന്നുള്ളത്. എന്തായാലും ഈ വഴിക്കൊക്കെ പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, കൃത്യമായി പ്ലാൻ ചെയ്തു തന്നെയാണ് 5 കൊലപാതകങ്ങളും അഫാൻ നടത്തിയിരിക്കുന്നത്. പെട്ടെന്നുള്ള പ്രകോപനത്തിൽ ചെയ്ത ക്രൂരകൃത്യമല്ല എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. പെട്ടെന്ന് ചെയ്തു പോകുന്നതാണെങ്കിൽ ഒരു പതർച്ച ഉണ്ടാകുമായിരുന്നു, വെപ്രാളമുണ്ടാകും. മാത്രമല്ല ചോര കാണുമ്പോൾ ചിലർക്ക് ഛർദിയും അല്ലെങ്കിൽ തലകറക്കവും അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അതുമാത്രമല്ല തിടുക്കപ്പെട്ട് ചെയ്ത കൊലപാതകങ്ങളായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ 5ഉം കൃത്യമായി തന്നെ നടപ്പാക്കാൻ കഴിയുമായിരുന്നില്ല. ഓരോ കൊലപാതകം കഴിയുമ്പോഴും അഫാൻ പുറത്തിറങ്ങി പരിസരം നിരീക്ഷിക്കുമായിരുന്നു. പുറത്തുള്ളവർക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ എന്ന് ഉറപ്പിക്കാനും പരിസരം നിരീക്ഷിക്കാനും വേണ്ടിയായിരുന്നു ഈ നീക്കം. ഇടയ്ക്കടുത്തുള്ള കടകളിലൊക്കെ ഭാവവ്യത്യാസം ഏതുമില്ലാതെ പോകുകയും സാധനങ്ങൾ വാങ്ങുകയും ചെയ്തിരുന്നു. ഇത് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് തന്നെയാണ് നടപ്പാക്കിയതെന്ന് പോലീസ് ഉറപ്പിക്കാൻ ഇതൊക്കെ തന്നെയാണ് കാരണം. വെഞ്ഞാറമൂട്ടിൽ അഫാൻ കൊന്നുകളഞ്ഞ സൽമ ബീവിയും അഫ്സാനും ഫർസാനയും ലത്തീഫും സജീദ ബീവിയും മരിച്ചത് ശാന്തരായിട്ടല്ല, അതിഭീകരമായിട്ടാണ്. സമൂഹം പോലും ഞെട്ടിവിറയ്ക്കണം എന്നുള്ള മനോഭാവത്തിൽ നടത്തിയ ക്രൂരത പോലെ. അതൊരു പക്ഷേ ആരും തങ്ങളെ സഹായിച്ചില്ല, കുടുംബക്കാർ ഒപ്പം നിന്നില്ല, ഉപദേശിക്കാൻ മാത്രം ചുറ്റും നിന്നവരോടൊക്കെയുള്ള ഒരു പകവീട്ടൽ, ഇതൊക്കെയുമാകാം. എനിക്ക് ജീവിക്കാൻ ഉതകാത്ത ഈ ലോകത്തിൽ എൻ്റെ വേണ്ടപ്പെട്ടവരും ജീവിക്കേണ്ട എന്ന് അഫാൻ കരുതിയിടത്താണ് കൊലപാതക പരമ്പര അരങ്ങേറുന്നത്. ബാക്കി 4 പേരും അഫാനുമായി രക്തബന്ധമുള്ളവരാണ്, അതായത് കുടുംബത്തിലുള്ളവരാണ്. എന്നാൽ ഫർസാന അത് അഫാന്റെ കാമുകിയായിരുന്നു. അവളെയെങ്കിലും വെറുതെ വിടാമായിരുന്നില്ലേ എന്ന ഒരു ചോദ്യമുണ്ട്. അവിടെയാണ് അഫാന്റെ ഉള്ളിലെ ഏറ്റവും ക്രൂരമായ മുഖം പുറത്തേക്ക് വന്നത്. അതായത് ഞാനില്ലാത്ത ഈ ലോകത്ത് അവൾ ജീവിക്കണ്ട, അവൾ ജീവിക്കുന്നെങ്കിൽ എന്നോടൊപ്പം ജീവിച്ചാൽ മതി എന്ന സ്വാർത്ഥ മനോഭാവമായിരുന്നു അതിൽ. നമ്മൾ കേരളത്തിൽ പ്രണയ കൊലപാതകങ്ങളൊക്കെ എത്രയോ കേട്ടിട്ടുള്ളതാണ്. അതിൽ ഒക്കെയും ഇതുതന്നെയാണ് നിഴലിച്ച് നിൽക്കുന്നത്. അതായത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റാർക്കും കിട്ടേണ്ട എന്നുള്ള ഒരു മനോഭാവമാണ് ഇത്തരം ക്രൂരകൃത്യങ്ങളിലേക്ക് നയിക്കുന്നത്. ഫർസാനയെ വിളിച്ചു വരുത്തിയാണ് കൊലപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയത് തന്നെയാണ്. ഫർസാനയുടെ മാതാപിതാക്കൾ അലമുറയിട്ടുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവന്റെ വീട്ടിലായിരുന്നില്ലേ സാമ്പത്തിക പ്രതിസന്ധികൾ, എൻ്റെ മകളെയെങ്കിലും വെറുതെ വിടാമായിരുന്നില്ലേ എന്നുള്ളത്. ഫർസാനയെയും ഇല്ലാതാക്കണം എന്നുള്ളത് തന്നെയായിരുന്നു അഫാൻ കണക്ക് കൂട്ടിയിരുന്നത്. എനിക്ക് കിട്ടിയില്ല, വേറെ ആർക്കും കിട്ടരുത് എന്നുള്ള ഏറ്റവും ക്രൂരമായ ചിന്താഗതി. എല്ലാവരെയും കൊന്ന് സ്വയം ആത്മഹത്യ ചെയ്യാൻ തന്നെയാണോ അഫാൻ തീരുമാനിച്ചിരുന്നത്? എന്നാൽ കഴിച്ച എലിവിഷം അയാളുടെ ജീവൻ എടുത്തില്ല എന്നത് മറ്റൊരു കാര്യമാണ്. അതോ ഞാനും ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണോ ഈ നീക്കമെന്ന ചോദ്യവും ബാക്കിയാണ്. മരിക്കാൻ വേണ്ടി ഉറച്ച ഒരാൾക്ക് പെട്ടെന്നില്ലാതാകാനുള്ള മറ്റു വഴികൾ അഫാനും സ്വീകരിക്കാമായിരുന്നില്ലേ? ഇത്തരം നിരവധി ചോദ്യങ്ങൾ ഇതിനുള്ളിലുണ്ട്. ഇതുകൂടാതെ അഫാൻ ഈ ക്രൂരകൃത്യങ്ങളെല്ലാം ചെയ്യാൻ അയാൾക്ക് ധൈര്യം കൊടുത്തത് ചില സിനിമകളിലെ രംഗങ്ങളാണ് എന്നുള്ള ഒരു സംശയം പോലീസിനുമുണ്ട്. അതായത് മുൻപ് ഞാൻ പറഞ്ഞല്ലോ, അഫാൻ സിനിമകൾ കാണുന്ന ആളായിരുന്നു. അതിൽ ഈ സൈക്കോ ത്രില്ലർ സ്വഭാവത്തിലുള്ള സിനിമകൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് അഫാൻ. അത്തരത്തിലുള്ള സിനിമകൾ അഫാനെ സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്നും പോലീസ് കരുതുന്നുണ്ട്.
ചില സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, അതിൽ ഒരു കൊലപാതകം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് നടപ്പാക്കണമെന്നൊക്കെ കൃത്യമായി തന്നെ ചിത്രീകരിക്കുന്ന എത്രയോ സിനിമകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. സിനിമകളും ഒരു പരിധിയിൽ കൂടുതൽ ചെറുപ്പക്കാരെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. പല സിനിമകളിലെയും രംഗങ്ങൾ കണ്ട് അതിൽ ഊർജം കൊണ്ട് എത്രയോ ക്രിമിനൽ പ്രവർത്തികൾ, ആക്ടിവിറ്റികൾ കേരളത്തിൽ ഇതിനകം തന്നെ നടന്നിരിക്കുന്നു. അതിൻ്റെ കൂടെ മദ്യവും മയക്കുമരുന്നും. കേരളത്തിലെ യുവതലമുറ അക്രമവാസനയിൽ തന്നെയാണ് വളർന്നു വരുന്നത്. അഫാൻ പോലീസിന് നൽകിയ മൊഴികൾ ഒന്ന് പരിശോധിച്ചു നോക്കാം. അതിൽ ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത്, ഗൾഫിൽ കേസിൽപ്പെട്ട് പിതാവിന് നാട്ടിലേക്ക് വരാൻ കഴിയാത്ത സ്ഥിതിയായതിനാൽ കടബാധ്യതകൾ തീർക്കാനുള്ള ഉത്തരവാദിത്തം തന്റെ ചുമലിലായി. പിതാവിന് പണമടയ്ക്കാൻ സാധിച്ചില്ല. കടബാധ്യത കൂടിയതോടെ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയായി. കടം നൽകിയവർ വീട്ടിൽ വന്ന് ശല്യം ചെയ്തത് നാണക്കേടുണ്ടാക്കി. കൊലപാതകങ്ങൾ നടത്താൻ ഇത്തരം പ്രതിസന്ധികൾ കാരണമായി എന്നാണ് അഫാൻ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഞാനില്ലാതെ അവർക്ക് ജീവിക്കാനാകില്ല. അനിയൻ അഫ്സാനെയും കൂട്ടുകാരി ഫർസാനെയും വധിച്ചതിനുള്ള കാരണമാണ് ഈ പറഞ്ഞത്. 3, ക്യാൻസർ ബാധിതയായ അമ്മയ്ക്ക് ഞാനില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അമ്മയെ വധിക്കാൻ ശ്രമിച്ചതിനുള്ള കാരണമായി പറഞ്ഞത് ഇതാണ്. 4ാമത്തെ പോയിന്റ്, പണയം വെക്കാൻ പലതവണ സ്വർണമാല ചോദിച്ചെങ്കിലും നൽകാത്തതിലുള്ള ദേഷ്യത്തിലാണ് മുത്തശ്ശിയെ ആക്രമിച്ചത്. 5, ഫർസാനയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചെങ്കിലും പിതൃ സഹോദരൻ ലത്തീഫ് എതിർക്കുകയും പരിഹസിക്കുകയും ചെയ്തു. ലത്തീഫിനെ വധിക്കാനുള്ള കാരണം ഇതായിരുന്നുവെന്നാണ് അഫാൻ പറയുന്നത്. അതായത് തന്നെ ഉപദേശിച്ചവരെയും തന്നെ കളിയാക്കിയവരെയും താനില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് അഫാൻ തന്നെ തീരുമാനമെടുത്ത ചില ആൾക്കാരെയും ഒക്കെയാണ് കൊന്നൊടുക്കിയതെന്ന്. ഇതെല്ലാം ഒരു ന്യായീകരണം പോലെയാണ് അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നാട്ടിലുണ്ടായിരുന്നുവെങ്കിൽ ആ പിതാവിനെയും കൊല്ലുമായിരുന്നു, അത് ഉറപ്പായിരുന്നു. അഫാൻ തന്നെ അത് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും എന്താണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഭയമാണ് കേരളത്തിൽ ഓരോ ദിവസവും വരുന്ന വാർത്തകൾ കാണുമ്പോൾ. റിപ്പോർട്ടുകൾ പറയുന്നത് 25 വയസ്സിൽ താഴെയുള്ളവർ നടത്തുന്ന കുറ്റകൃത്യങ്ങളിൽ വലിയ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ്. ഉറ്റവരെയും ഉടയവരെയും ഒക്കെ കൊന്നെറിയുക, പണത്തിനു വേണ്ടിയും അല്ലെങ്കിൽ സെക്സിന് വേണ്ടിയും അല്ലെങ്കിൽ പ്രണയ കൊലപാതകങ്ങളും ഒക്കെയാണ് കേരളത്തിൽ അങ്ങിങ്ങായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ആരും ആരെയും കൊല്ലുമെന്ന അവസ്ഥ. ഒന്നുറങ്ങാൻ കിടന്നിട്ട് രാവിലെ കണ്ണു തുറന്നാൽ അത് തന്നെ ഭാഗ്യം. ആ ഒരു നിലയിലേക്ക് കേരളവും എത്തിയിരിക്കുന്നു. ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കുള്ള കുട്ടികളുടെ വളർച്ചയിൽ ഉണ്ടാകുന്ന സ്വാധീനങ്ങൾക്ക് കഴിഞ്ഞ 2 ദശകങ്ങളിൽ വലിയ വ്യത്യാസമുണ്ടായി എന്നും സോഷ്യൽ മീഡിയ അതിൽ വലിയ പങ്ക് വഹിക്കുന്നുവെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. സിനിമകൾ, സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില വീഡിയോകൾ, ഈ ലഹരി, മദ്യം, ഇതെല്ലാം ചെറുപ്പക്കാരെ എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. വെഞ്ഞാറമൂട്ടിൽ നടന്ന ക്രൂര കൂട്ടക്കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ എല്ലാവരും ആദ്യം അന്വേഷിച്ചത് അഫാൻ മയക്കുമരുന്ന് കഴിച്ചിരുന്നോ എന്നാണ്. അങ്ങനെ അന്വേഷിക്കാനുള്ള കാരണം കേരളത്തിലെ കൗമാരക്കാരിലും യുവാക്കളിലും അങ്ങനെയുള്ളവരുടെ എണ്ണം എത്രമേൽ വർദ്ധിക്കുന്നു എന്ന് തന്നെ തെളിയിക്കുന്നതാണ്. ഇനി അഫാൻ അത് ചെയ്തത് മറ്റു കാരണങ്ങളാൽ ആണെങ്കിൽ ഇത്ര ഭയാനകമായ രീതിയിൽ ആ യുവാവ് എന്തിനത് ആസൂത്രണം ചെയ്തു? ഏറ്റവും കൂടുതൽ അഫാൻ സ്നേഹിച്ചിരുന്ന അനുജനെ എന്തിന് കൊലപ്പെടുത്തി? മയക്കുമരുന്നിന്റെ ഉന്മാദ വലയത്തിൽ മാത്രമുണ്ടാകുന്ന പെരുമാറ്റങ്ങൾ അങ്ങനെയല്ലാത്ത ഒരാളിൽ ഉണ്ടാകുന്നുവെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും? ജീവിതം വഴിമുട്ടിയെന്ന് തോന്നിയപ്പോൾ ആ അപക്വ മനസ്സ് വേണ്ടപ്പെട്ടവരെയും തന്നെയും ഇല്ലാതാക്കാൻ തീരുമാനിച്ച കാരണങ്ങളായിരുന്നു ഇതെല്ലാം. ഇതിലും വലിയ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത വരുമ്പോൾ മാധ്യമങ്ങളും അഫാൻ വിഷയം മറന്നുപോകും. എന്നാൽ അങ്ങനെ മറന്നു പോകരുത്. അഫാൻ ഈ ക്രൂര കൊലപാതകം ചെയ്തതിലേക്ക് നയിച്ച ഓരോ കാര്യങ്ങളും ചർച്ചയാക്കപ്പെടണം. ചെറുപ്പക്കാരുടെ സ്വഭാവങ്ങൾ എത്രയൊക്കെ വൈകൃതമാകും, എത്രയൊക്കെ ക്രൂര മനോഭാവത്തിലേക്ക് അവർ എത്തും എന്ന് ഇനിയെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും ഈ ഒരു വാർത്തയെങ്കിലും ഉപകരിക്കട്ടെ. കാരണം ഇതിൽ നിന്ന് ഭരണകൂടങ്ങളും പോലീസ് സംവിധാനവും കൃത്യമായ നിലപാടെടുക്കാൻ അവരും തുനിഞ്ഞിറങ്ങട്ടെ. അതാണ് വേണ്ടത്. ഓരോ വീടുകളും പോലീസ് സംവിധാനങ്ങളും ഭരണകൂടവും കോടതിയുമെല്ലാം ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ഇനിയും അഫാൻമാരും കേടൽമാരും ഒക്കെ ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.